തിരുവനന്തപുരം പാറശാല പ്ലാമൂട്ടുകടയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി സൂര്യാഘാതമേറ്റ് മരിച്ചു. മാവിലക്കടവ് സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. ഗൂഗിൾനാഥ് വിവരങ്ങളുമായിട്ട് ഗൂഗിൾ എപ്പോഴാണ് മരണം സംഭവിച്ചത്? മറ്റാർക്കെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നവർക്ക് എന്തെങ്കിലും പരിക്കുകളുണ്ടോ? പക്ഷേ ഈ പ്ലാമൂട്ടുകടയിലാണ് നിലവിൽ ഇത്തരത്തിലൊരു സൂര്യാഘാതവുമായി ബന്ധപ്പെട്ട ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരുന്നത്. ജില്ലയിൽ പലതവണയായിട്ട് ഇപ്പം 3-4 മരണങ്ങൾ അടുപ്പിച്ചായിട്ടുണ്ട് ഇത്തരത്തിൽ സൂര്യാഘാതം മൂലം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത് കെട്ടിട നിർമ്മാണത്തിലുണ്ടായിരുന്ന തൊഴിലാളികളാണ്. അതൊരു 10-15ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. അതിലൊരാൾക്ക് 85 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് നിലവിൽ സൂര്യാഘാതം മൂലം മരിച്ചത്. ദേഹമാസകലം ചുട്ടുപൊള്ളുന്ന അല്ലെങ്കിൽ വീർത്ത് പൊങ്ങിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം 15ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥിതിയിലായിരുന്നു. അതായത് 15ഓളം തൊഴിലാളികൾ കെട്ടിട നിർമ്മാണത്തിനായിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം തൊഴിലിടത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഫ്രാൻസിസിനെ കാണാതായതോടുകൂടി കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ വരുന്നേ ഉള്ളൂ. എന്തായാലും 11 മുതൽ, അതായത് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നിലവിൽ അപകടകരമായ വിധത്തിൽ സാഹചര്യത്തിൽ, അതായത് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന രീതിയിൽ തൊഴിലിടത്തിൽ ജോലി ചെയ്ത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര അതോറിറ്റികളൊക്കെ തന്നെ നൽകിയതാണ്. എന്നാലും പലയിടത്തും അത് പാലിക്കപ്പെടുന്നില്ല. പക്ഷെ അതൊന്നും കാര്യമായി പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ കൂടി ജീവൻ എടുത്തിരിക്കുന്നത്.